guys, Assalamualaikum. Welcome back to another video. It's me Lia. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ സ്കൂൾ ട്രിപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇതൊരു മെമ്മറിയാണ്. കഴിഞ്ഞ വർഷം ഡിസംബർ 7th ഞങ്ങൾ പോയിരുന്നത്. ഞങ്ങൾ 6ാമത്തെ സീറ്റിലാണ് ഇരിക്കുന്നത് ഗൈസ്. പിന്നെ എടുക്കാൻ വിചാരിച്ച ടോപ്പ് എടുത്തിട്ടാണ് 500 കിട്ടിയതാണ്. 500 കിട്ടിയതാണ്. 500 വനക്കാൻ കിട്ടും. 500 സാധനം. പുലർച്ചെ 5:30 ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞങ്ങൾ പോകുന്നത് ഊട്ടിയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് ഒരു 3-day ട്രിപ്പ് ഉണ്ടായിരുന്നു. അതെടുക്കായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയില്ല, ഞാൻ പോകാത്തത് കൊണ്ടേക്കാരം. എന്തായാലും അന്ന് ഞങ്ങൾക്ക് ആർക്കും പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മിസ്സ് ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ വേറെ ട്രിപ്പ് അറേഞ്ച് ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ 1 day ട്രിപ്പ് ഊട്ടിയിലേക്ക് പോവാണ്. ഒരു ഉറപ്പില്ലാത്ത ട്രിപ്പായിരുന്നെങ്കിലും ഞങ്ങൾക്ക് പ്ലാനിങ്ങിന് ഒരു കുറവില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഋഷ്വ ആദ്യമേ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് 3 പേർക്കും ബാക്കിൽ നിന്ന് 6ാമത്തെ സീറ്റ് വേണമെന്ന്. അതേപോലെ തന്നെ ഈ സീറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ബ്രേക്ക് കൊടുക്കുമ്പോഴേ ഇങ്ങനെ മുമ്പോട്ട് പോകും. അങ്ങനെ ബ്രേക്ക് നമുക്ക് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു സംഭവം. ആ ഒരു സീറ്റിൻ്റെ പ്രത്യേകതയാണത്. അത് ആദ്യം അറിയില്ലായിരുന്നു പ്ലാൻ ചെയ്ത സമയത്ത്. നാടുകാണി ചുരത്തിൻ്റെ നാച്ചുറൽ വൈബ് ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. സാധാരണ രീതിയിൽ കുറേ പ്ലാനിങ് ചെയ്യാന്നല്ലാതെ ഒന്നും നടക്കാറില്ല. പക്ഷേ ഈ ട്രിപ്പിൻ്റെ കാര്യം വന്നപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തതിനേക്കാളും അല്ലെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ 1 day ട്രിപ്പാണ് പോയതെങ്കിലും ഞങ്ങൾ 2 day ട്രിപ്പിൻ്റെ പോലെ അടിച്ചു പൊളിച്ചു. പിന്നെ സോങ്സ് ഒന്നും കൊടുത്തിട്ടില്ല, കാരണം കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ഷൂട്ടിംഗ് പോയിൻ്റാണ് കേട്ടോ. ഊട്ടിയിലേക്ക് കുറേ തവണ പോയതുകൊണ്ട് ആ ഒരു പ്ലേസിനോടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഇല്ലായിരുന്നു. പക്ഷേ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോഴുള്ള ട്രിപ്പ് അതൊരു സ്പെഷ്യലാണല്ലോ. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് മാത്രമുള്ളായിരുന്നു. ഈ ഒരു ഗ്രീൻ ഡ്രസ്സ് ഇട്ടതാണ് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ബിജിലി മിസ്സ്. മുമ്പുള്ള വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. മിസ്സാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അടിപൊളി ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഇത് ഞങ്ങളുടെ ട്രാൻസിഷൻ വീഡിയോ ആണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷന്. ബോട്ടിംഗ് ഒക്കെ ഉള്ള സംഭവമാണ്. എന്താണ് എനിക്കത് ഓർമ്മയില്ല സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന്. അങ്ങനെ ഞങ്ങൾ നല്ല ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഇതാണ്. അത് ഞങ്ങൾ ഫുഡ് കഴിച്ച അടുത്ത് തന്നെയാണ്, നടക്കാനുള്ള ദൂരമുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചപ്പോൾ ഞങ്ങൾ കണ്ടിരുന്ന ഒരു അടിപൊളി മനോഹരമായ സ്ഥലത്തിനുള്ളിലേക്ക് ഞങ്ങൾ കയറിയിരിക്കുകയാണ്. കർണാട്ടിക് ഗാർഡനാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നതെന്ന് തോന്നുന്നു. നല്ല അടിപൊളി പ്ലേസാണ്. ഞാൻ ഊട്ടിയിൽ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസാണ്. അപ്പോൾ അതെ, ഇത് ഞങ്ങളുടെ പ്ലാനിലില്ലാത്ത ഒന്നായിരുന്നു. സോ ഈ കിട്ടിയ അൺഎക്സ്പെക്റ്റഡ് ഗിഫ്റ്റ് ഞങ്ങൾ നല്ല സന്തോഷപൂർവ്വം സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, അതിനിടയിൽ ഞങ്ങളെ കോസ്റ്റ്യൂമൊക്കെ ഒന്ന് മാറി. ഞങ്ങളിപ്പോൾ ഒരു വലിയ പാലത്തിൻ്റെ മേലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തൂക്കുപാലല്ല, ആട്ടാൻ. ഞങ്ങൾ വിജിലി മിസ്സും മിനി മിസ്സും അവിടെ നിൽക്കുന്നുണ്ട്. ഇത് ആണ് ഞങ്ങളുടെ ബസ്. പിന്നെ ഈ ഒരു ട്രിപ്പിൻ്റെ എല്ലാ മൊമെൻറ്റ്സും എനിക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, കാരണം നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമല്ലോ അങ്ങനെ. അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അടുത്ത ടീ ഫാക്ടറിയാണ്. നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒന്നായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും തീരെയും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ഒന്ന്. പക്ഷേ സാർ ആദ്യം പറഞ്ഞു ഇവിടെ നമ്മൾ വളരെ കുറച്ച് സമയമേ ചിലവഴിക്കുള്ളൂ എന്ന്. അങ്ങനെ ഞങ്ങൾ ടീ ഫാക്ടറിയിലേക്ക് എത്തിയിരിക്കുകയാണ്. പിന്നെ അതിനിടയിൽ ഞങ്ങൾ ഊട്ടിപ്പട്ടണം എന്ന് പറഞ്ഞിട്ടുള്ള റീലില്ലേ, അത് ഞങ്ങൾ ഞങ്ങളുടെ മിസ്സുമാരുടെ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പിൻ്റെ കോർഡിനേറ്റർ സൈനുദ്ദീൻ സാറാണ്, അറബിക്കിൻ്റെ സാറ്. സാറ് ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും അടിപൊളിയാക്കി തന്നു.
இப்படி ഇതെന്ത് ജീവികളാണോ എന്നാവോ. അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മളൊരു 6:30 ആകുമ്പോൾ ഇറങ്ങും. എന്നിട്ട് പിന്നെ ഫുള്ള് ഷോപ്പിംഗ് ആണ്. ക്യാമറമാൻ ഞങ്ങളുടെ സ്വന്തം ഫൈസൽ സാറാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ പാട്ടുകൾ ഓരോന്ന് മാറി മാറി പാടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പൊതുവെ എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ ഗേൾസ് ഓൺലി ആകുമ്പോൾ രസം ഉണ്ടാവില്ലല്ലോ. അതേപോലെ ഈ കൂട്ടത്തിലിരിക്കുന്ന പലരും +1 ജോയിൻ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഗേൾസ് ഓൺലി ഒരു വൈബില്ല, മിക്സ്ഡ് ആവണം നല്ല രസമുള്ളൂ, അതേപോലെ ബോയ്സ് ഇല്ലാത്ത സ്കൂള് ഉപ്പില്ലാത്ത കഞ്ഞിപ്പോലെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ +2 ലാസ്റ്റ് ആയപ്പം അങ്ങനെ പറഞ്ഞവരുടെയൊക്കെ ധാരണ മാറിട്ടോ. പിന്നെ ബോയ്സ് ഇല്ലെങ്കിലും നമ്മൾ നല്ല അടിപൊളിയായിട്ട് സെലിബ്രേഷൻ നടത്താറുണ്ട്. പിന്നെ ബോയ്സ് ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. കാരണം ബോയ്സ് ഉണ്ടെങ്കിൽ കോമൺലി ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലീഡർഷിപ്പ് പൊതുവേ ബോയ്സിൻ്റെ അടുത്തേക്ക് പോകും. പക്ഷേ ഇവിടെ ഞങ്ങളുടെ ലീഡർഷിപ്പിൽ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും. അങ്ങനെ ഞങ്ങളും സാറും പാട്ടൊക്കെ പാടി ഗാർഡനിലുള്ളൊരു മുഴുവൻ ഞങ്ങൾ നോക്കിയായിരുന്നു കേട്ടോ. പിന്നെ ഷോപ്പിംഗ് ടൈം ആയിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാം ലാസ്റ്റ് എങ്ങോട്ട് പോകണ്ടെന്ന് അറിയില്ല. ഞങ്ങൾ പെട്ടു ഞങ്ങൾ പർച്ചേസിങ്ങിന് പോയതിനു ശേഷം ടീച്ചേഴ്സിനെ കാണാനോ ബാക്കിയുള്ളവരെ കാണാനോ. അങ്ങനെ ഷോപ്പിംഗ് ചെയ്യുന്ന ഇടയിലാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് ഞങ്ങളുടെ കൂടെയുള്ള ബാക്കിയുള്ളവരും കാണാനില്ല, ടീച്ചേഴ്സിനെയും കാണാനില്ല. അങ്ങനെ ഒരു ഒറ്റ ഫോണാണ് കയ്യിലുണ്ടായിരുന്നത്. അതിലാണെങ്കിൽ ടീച്ചേഴ്സിനെ വിളിച്ചിട്ട് കിട്ടണില്ല. ലാസ്റ്റ് ഇങ്ങനെയൊക്കെ കിട്ടിയപ്പോൾ തിരിച്ച് ബസ്സിലെത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ തിരിച്ച് ബസ്സിൽ പോകേണ്ട എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. അങ്ങനെ ബുദ്ധി വിവരമുള്ള ഞങ്ങൾ 3 ആൾക്കാരുള്ളതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ബസ്സിലെത്തി. ചെറുതായിട്ട് ചീത്തൊക്കെ കിട്ടിയെങ്കിലും ആ സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. വയലിൻ്റെ കൂടെ ഒരു കാണലൊക്കെ ആയിരുന്നു. പക്ഷേ പിന്നെ ബസ്സിലിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ചിന്തിച്ചപ്പം ഈ ട്രിപ്പിലെ ഏറ്റവും ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള പാട്ട് അതാണെന്ന് തോന്നി. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത പാട്ട് അതാണെന്ന് തോന്നി. രാത്രി ഇങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം എല്ലാവരും എന്നെ ഉറങ്ങിയിരുന്നു. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ എടുത്തിട്ട് സ്ഥിരം ക്ലീശ അത് ചെയ്യാണ്. ഇൻഷിലായിട്ടപ്പോൾ നിങ്ങൾ കണ്ടത്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പോഴത്തേക്കും 11:30 ആയിരുന്നു. നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചത് മലപ്പുറം എത്താനായപ്പോഴാണ് ഫുഡ് കഴിച്ചത്. മന്തിയും അൽഫാമായിരുന്നു. ഇതാട്ടോ വളരെ ലേറ്റായിട്ടാണ് ഞാൻ ട്രിപ്പിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ നന്നായിട്ട് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു. കാരണം എനിക്ക് വീണ്ടും ആ പഴയ ഒരിക്കലും തിരിച്ച് കിട്ടാത്ത ആ ഓർമ്മകൾ ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബൈ ബൈ.